മഞ്ജരിയുടെ കൂടെ ഇരുന്ന് ഇന്ന് നീ ഈ പൂജകൾ ചെയ്യണം. ഞാൻ എന്തു പറഞ്ഞാൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയാലോ നിനക്ക്. ഹലോ, മാനേജർ അല്ലേ? ഞാനിപ്പോൾ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഈ മെയിലുള്ള മെറ്റീരിയൽസ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ആരാണോ നമുക്ക് തരുന്നത് ആ കമ്പനികളെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യണം. ഈവനിങ്ങിന് മുമ്പായി തന്നെ ആ കമ്പനികളുടെ കോട്ടിംഗ് എനിക്ക് കിട്ടിയിരിക്കണം. വേഗം ഫോളോ അപ്പ് ചെയ്തോളൂ. മേഘനെ, മേഘനെ, എന്തുപറ്റി മിഥുനേട്ടാ? എന്തുപറ്റി? നീ എന്തത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നേ? എന്താ കാര്യം? അമ്മയുടെ കാര്യം മിഥുനേട്ടാ. അമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച്. എന്ത് മാറ്റം? ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അമ്മ എന്തോ കാര്യം ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. നീ പറഞ്ഞത് വളരെ സത്യമാ. എനിക്ക് മോമിന്റെ കാര്യത്തില് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിരിക്കുന്നേ. അമ്മയുടെ പ്രശ്നവും പേടിയും എന്താണെന്ന് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. എന്ത് കാര്യം നിനക്ക് എന്റെ അടുത്ത് അറിയാനുള്ള മേഘനെ? മോം തിരിച്ചു വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, മോമിനെ എന്തോ അലട്ടുന്നുണ്ട്. അത് ശരിയമ്മേ, അമ്മ എന്തോ കാര്യോർത്ത് പേടിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അമ്മയുടെ ഇപ്പോഴുള്ള ഈ വിഷമവും പേടിയും മാറ്റേണ്ട ഉത്തരവാദിത്വവും കടമയും ഞങ്ങൾക്കുള്ളതാണ്. ഇനിയും ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല മോം. മോൻ തിരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ മോം അനുഭവിക്കുന്ന ഈ വിഷമം ഓർത്ത് ഞങ്ങൾക്കിപ്പോ വല്ലാത്ത സങ്കടമാണ്. അമ്മയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങളോട് പറയേ. ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ദയവ് ചെയ്ത് എന്താണേലും പറയണം. എന്താ ഡാഡ്? മുഹമ്മദ് പറയാൻ തുടങ്ങുമ്പോ ഡാഡ് എന്തിനാ അത് വിലക്കുന്നേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മേഘനെ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ട്. എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്. എന്താ മോമിനെ അലട്ടുന്ന പ്രശ്നം? അതെന്താണെന്നും പറയമ്മേ. ഞങ്ങൾ എന്തായാലും ആ കാര്യം അറിയേണ്ടതല്ലേ. എന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം നിന്റെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ മോം? എന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. പക്ഷേ മേഘനയെ കൊണ്ട് അതിന് സാധിക്കില്ല. അമ്മ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല. നീയായിട്ട് ദാനം ചെയ്ത നിന്റെ ഗർഭപാത്രത്തെക്കുറിച്ച്. ഇനി ഒരു അമ്മയാവൻ നിനക്കാവില്ല. അത് തന്നെയാണ് എന്റെ പ്രശ്നവും. ഈ കുടുംബത്തിൽ ജനിക്കേണ്ട ഒരു പെൺകുഞ്ഞിനെ കുറിച്ച്. മതിയരുണിമേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. സത്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ച് എത്ര നാളിങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാനാവും? കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവരും അറിയട്ടെ. മോം എന്തൊക്കെയാ പറയുന്നേ? ഈ കുടുംബത്തിന് വേണ്ടിയും നിന്റെ നന്മയ്ക്ക് വേണ്ടിയും നിനക്കൊരു പെൺകുഞ്ഞും കൂടി ജനിക്കണം മിഥുൻ. നിന്റെ രക്തത്തിൽ ജനിക്കുന്ന ഒരു പെൺകുഞ്ഞും കൂടി ഈ കുടുംബത്തിൽ വേണം. പറയൂ മേഘനെ.
ഈ പ്രശ്നത്തിന് നിന്റെ അടുത്ത് പരിഹാരമുണ്ടോ? നീ ഇപ്പൊ അനുഭവിക്കുന്ന മാതൃത്വം കൊണ്ട് ഇനി അതിന് സാധിക്കൂ നിനക്ക്? ഈ കുടുംബത്തില് മിഥുന്റെ രക്തത്തിൽ പിറന്നൊരു പെൺകുഞ്ഞ് ഇതുവരെയില്ല. അതുകൊണ്ടാ ചിക്കുവിനെ പോലെ തന്നെ നീ ഇനിയൊരു പെൺകുഞ്ഞിന് ജന്മം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇനി അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. വംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും നിന്റെ വയറ്റിലും മിഥുന്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്നൊരു പെൺകുഞ്ഞിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ചക്കി ഉണ്ടല്ലോ മോം, അവൾ എന്റെ മോള് തന്നെയല്ലേ? ഞാൻ സംസാരിക്കുന്നത് നീ സ്നേഹത്തോടെ വളർത്തുന്ന ചക്കിമോളെ കുറിച്ചല്ല മിഥുൻ. നിന്റെ രക്തത്തിൽ തന്നെ പിറക്കേണ്ട ഒരു പെൺകുഞ്ഞിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചക്കി നിന്റെ മോള് തന്നെയാ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഈ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് അവൾക്ക് സാധിക്കില്ല മിഥുൻ. മേഘന ഇവിടെ വന്ന് ചാരുവിന് എന്റെ ഗർഭപാത്രം ദാനം ചെയ്തു എന്ന് പറഞ്ഞപ്പോ അതോടെ എന്റെ ആഗ്രഹം കുഴിച്ചു മൂടപ്പെട്ടു. പക്ഷെ അതേ സമയത്താണ് നീ കാരണം മഞ്ജരി അമ്മയാവാൻ പോകുന്നു ഞാൻ അറിഞ്ഞത്. എന്റെ ആഗ്രഹത്തിന് മേൽ അതൊരു പ്രതീക്ഷയായിരുന്നു. മഞ്ജരിയിലൂടെ ഈ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് വേണ്ടി മഞ്ജരിയുടെ പഴയ ചരിത്രങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ അവളെ എന്റെ മരുമകളായി അംഗീകരിച്ചു. മഞ്ജരിയോട് എനിക്ക് യാതൊരു സ്നേഹവുമില്ല, മേഘനയുടെ അടുത്ത് ഒരു ദേഷ്യവുമില്ല. ഇപ്പൊ എനിക്ക് ആകെ വേണ്ടത് ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു പെൺകുഞ്ഞിനെ മാത്രം. അങ്ങനൊരു കുഞ്ഞിനെ നൽകാൻ മേഘനയെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് മാത്രം മഞ്ജരിയെ മരുമകളായി സ്വീകരിച്ചത്. എന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഇനിയെങ്കിലും നിങ്ങളെ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് ദയവ് ചെയ്ത് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഗർഭിണിയായ മഞ്ജരിയെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്, പ്ലീസ്. മിഥുൻ, നന്ദൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഫ്യൂച്ചർ ഈ ഫയലിലാണുള്ളത്. നാളെയാണ് ബിഡിംഗ് ഉള്ളത്. എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? ആ, കഴിഞ്ഞു മോം. നീ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട. നാളെ പകലാവുമ്പോ ആ ഫയലിന്റെ ബ്ലൂ പ്രിന്റ് എനിക്ക് നീ അയച്ചു തന്നേ പറ്റൂ. ഞാനൊന്ന് വാ തുറന്നാലുണ്ടല്ലോ നിന്റെ ജാതകം മുഴുവൻ പുറത്തു വരും മഞ്ജരി. ഫ്രണ്ട് തന്നെയാ, പക്ഷെ എന്നെ നീ ഒരു ശത്രുവാക്കി മാറ്റരുത്. എങ്ങനെയെങ്കിലും ആ ഫയല് കൈക്കലാക്കി സരയൂന് അയച്ചു കൊടുക്കണം. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കാനും പാടില്ല. ഈ പ്രോസസ്സിൽ എന്ത് കൈപ്പിഴ സംഭവിച്ചാലും ഞാൻ അരുണിമാൻഡിയിൽ നേടിയെടുത്ത വിശ്വാസത്തിന് അതെതിര് തന്നെയായിരിക്കും. ഇപ്പിനി എന്ത് ചെയ്യും ഞാൻ? എന്തുപറ്റി മഞ്ജരി? നീ ഇപ്പോഴാ പൂജയുടെ കാര്യം ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണോ? അതിപ്പോ ഇങ്ങനെ ഒരു തോൽവി നിനക്ക് ആദ്യമായിട്ടല്ലല്ലോ. നീ മേഘനയ്ക്കെതിരെ ഒരു തവണ വിജയിച്ചപ്പോ മേഘന നിനക്കെതിരെ 1000 തവണ വിജയിച്ചിട്ടുണ്ടാവും. ആ ഫയൽ അടിച്ചു മാറ്റാൻ ഈ പ്രിയംവതി ആന്റി ഉപയോഗിച്ചാലോ? സംഭവിച്ചതൊക്കെ മറന്നിട്ട് നീ അടുത്ത പ്ലാൻ എന്താന്ന് നോക്ക്. പിന്നെ ഒരു കാര്യം, ആ കാക്കാത്തേനെ വിളിച്ചു വരുത്തണ്ട. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. കുറെ കാശും വേസ്റ്റ് ആവും. ആന്റിയെ ഈ പ്ലാനിൽ പാർട്ടാക്കി കഴിഞ്ഞാ അതിലെന്തെങ്കിലും ഒരു ലാഭം ചോദിക്കാതിരിക്കില്ല. ഒരു ലാഭവും ഇല്ലാതെ ഇവരൊരു ജോലിയും ചെയ്യില്ല. എന്താ ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ നീ അങ്ങ് മറന്നു കള മഞ്ജരി. അടുത്ത പ്ലാനില് മേഘനയെ നമുക്ക് എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. യെസ്,
ആന്റിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റിയ ഒരു അസ്ത്രം എന്റെ കയ്യിലുണ്ട്. മഞ്ജരി നിന്നോടാ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ എല്ലാം കേട്ടു ആന്റി. ആന്റി ഇപ്പൊ പറഞ്ഞതുപോലെ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് അടുത്ത പ്ലാൻ എന്താന്ന് ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? നല്ലൊരു ഐഡിയ കിട്ടി കഴിഞ്ഞു. 1 ഷോട്ട് 2 ബേർഡ്സ്. ആന്റി ഒന്ന് മോളിയാ, ഒരു വെടിക്ക് 2 പക്ഷിയെ നമുക്ക് കൊന്നുകളയാം. ആ, ഒന്ന് മേഘനയാണ്, അടുത്ത പക്ഷി ഏതാ? ആന്റിയുടെ മരുമകള് ചാരു. അവളെ നീ എന്താ ചെയ്യാൻ പോന്നെ? ആന്റി ഓക്കെ പറയുകയാണെങ്കിൽ ചേച്ചിയും അനിയത്തെയും കൂടി ഒരേ ദിവസം തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയും. ഹാ, ഇത് കേൾക്കാനൊക്കെ സുഖമുണ്ട്. ആദ്യം നിന്റെ പ്ലാൻ എന്താന്ന് പറ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയല് മിഥുന്റെയും മേഘനയുടെയും കയ്യിൽ ഇരിപ്പുണ്ട്. അതെങ്ങനെയെങ്കിലും മിഥുൻ അറിയാതെ മിഥുന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. എന്നിട്ട് നമുക്കത് ചാരുവിന്റെ തലയിൽ കെട്ടിവെക്കാം. ടെൻഡർ നഷ്ടപ്പെട്ടതിന് മേഘനയും ഫയൽ അടിച്ചു മാറ്റിയതിന് ചാരുവിനെയും. മനസ്സിലായി. ആ, മേഘനയുടെ പേര് വരുന്നത് ഓക്കെ, പക്ഷെ ചാരു ആ ഫയൽ എടുക്കുന്നത് എന്തിനാന്ന് ചോദ്യം വരില്ലേ? ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു പുതിയ കാര്യമല്ലല്ലോ ആന്റി. അപ്പോ മിഥുന്റെ കൂടെ എപ്പോഴും മേഘന തന്നെ ആയതുകൊണ്ട് ആ ഫയല് പോയാ മേഘന എന്തായാലും സംശയിക്കുന്ന ഉറപ്പാ. പക്ഷേ ചാരുവിനെ എങ്ങനെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവരും? അതൊക്കെ ആന്റി എനിക്ക് വിട്ടു തന്നാ മതി, ഞാൻ തന്നെ നോക്കിക്കോളാന്നേ. ഇപ്പോ ഈ പ്ലാൻ ആന്റിക്ക് ഓക്കെ അല്ലേ? ചാരുവിന് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുമ്പോ നോട്ട് ഓക്കെ എന്ന് ഞാൻ എങ്ങനെ പറയാനാ? ഡൺ ആന്റി. ഇന്ന് രാത്രി തന്നെ നമ്മൾ ആ ഫയൽ അടിച്ചു മാറ്റുന്നു. ബി റെഡി. നമ്മുടെ വംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടി നിന്റെ വയറ്റിൽ മിഥുന്റെ രക്തത്തിൽ പിറക്കുന്ന ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതാ നീ ഇല്ലാതാക്കിയത് മേഘ. നീ നിന്റെ അനിയത്തി ചാരുവിന് നിന്റെ ഗർഭപാത്രം ദാനം ചെയ്തു എന്നറിഞ്ഞപ്പോ തന്നെ എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുഴിച്ചുമൂടി. മഞ്ചരിയിലൂടെ ഈ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് വേണ്ടി മഞ്ചരിയുടെ പഴയ ചരിത്രങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ അവളെ എന്റെ മരുമകളായി അംഗീകരിച്ചു. അമ്മയൊരു കഥ പറഞ്ഞു തരൂ. അമ്മയോടാ ഒരു കഥ പറഞ്ഞു തരാൻ. മേഘനെ, എന്തു പറ്റും ഇതിനേട്ടാ? കുട്ടികൾ നിന്നോട് കുറച്ചു നേരമായി കഥ പറയാൻ പറയുന്നു. അച്ഛനിപ്പോ വർക്ക് ചെയ്യുന്നത് കാണുന്നില്ലേ? അച്ഛനെ ശല്യപ്പെടുത്തണ്ട, രണ്ടുപേരും കണ്ണടച്ചിടന്നുറങ്ങിക്കേ. കഥ കേട്ടാലേ ഞങ്ങൾക്ക് ഉറക്കം വരുള്ളൂ. ഇന്നലെ ഗ്രാൻഡ്മ ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. ഞങ്ങൾ എന്നാൽ ഇന്ന് ഗ്രാൻഡ്മയുടെ കൂടെ പോയി കിടന്ന് കഥയെല്ലാം കേട്ട് ഉറങ്ങിക്കോളാം. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ്. മിഥുനേട്ടൻ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നേ? എനിക്ക് ചെയ്തുതരാൻ പറ്റിയ പോലെ വർക്കുണ്ടെങ്കിൽ പറയൂ, ഞാൻ ചെയ്തുതരാം. അത് കുഴപ്പമൊന്നുമില്ല മേഘനെ, നീ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ. മിഥുനേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ കിടന്നുറങ്ങാനാ? അല്ല, ഈ ഇമ്പോർട്ടന്റ് ടെൻഡർ ഇന്ന് രാത്രി തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? രണ്ടുപേരും ചേർന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് പെട്ടെന്ന് തീരുമല്ലോ. എന്നങ്ങനെ ആയിക്കോട്ടെ. ഈ പേപ്പേഴ്സ് ഓർഡറിൽ ഓരോരോ എമൗണ്ട് ആയിട്ട് ടാലി ചെയ്യണം. എന്നിട്ട് അതിന്റെ വാല്യൂ പറയും. ഞാനിതിവിടെ എൻ്റർ ചെയ്യാം. അവർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. നമ്മളെ ഫയൽ എങ്ങനെ എടുക്കും? ആ ഫയലിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആന്റി. വർക്ക് കഴിയുന്നതിന് മുന്നേ നമുക്കതെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓൾറെഡി ലേറ്റ് ആയില്ലേ? അവരിനി ഉറങ്ങാൻ അർദ്ധരാത്രി ആവുന്നു തോന്നുന്നു. ആ ഫയൽ അടിച്ചു മാറ്റാനും അത് തന്നെയാ കറക്റ്റ് സമയം ആന്റി. അർദ്ധരാത്രി മോഷ്ടിക്കാൻ ഇറങ്ങിയാലേ കള്ളൻ എന്ന പേര് വീഴുന്ന നിനക്ക് അറിയാലോ മഞ്ജരി. ആന്റിക്ക് ഇപ്പൊ ആന്റിയുടെ മരുമകൾ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണോ അത് ലോജിക്ക് നോക്കണോ? ആ നാശം പിടിച്ചവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ മാത്രം മതി. എന്നാ നടക്ക്, ഇപ്പൊ പോയിട്ട് ഇവർ ഉറങ്ങിയിട്ട് വരാം. വിവേക്,
രാത്രി 1 മണിക്ക് ഞാനൊരു അലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാതിരാത്രിക്ക് അലാറം വെച്ച് നീ എങ്ങോട്ടാ? നിങ്ങളുടെ അമ്മയുടെ സ്മാർട്ട് വാച്ച് വളരെ സ്മാർട്ടായിട്ട് തന്നെ നമുക്ക് അടിച്ചു മാറ്റണ്ടേ? ആ സമയത്താണെങ്കിൽ മോമിന്റെ വാച്ച് സ്മാർട്ട് ആയിട്ടല്ല, സിമ്പിൾ ആയിട്ട് പൊക്കി കൊണ്ടുവരാം. അതെങ്ങനെയാ വിവേക്? ആ സമയത്ത് എന്തായാലും മോം നല്ല അടിപൊളി ഉറക്കത്തിലായിരിക്കും. ഭൂമി കുലുങ്ങിയ പോലും അറിയാൻ പോകുന്നില്ല. കിടക്കുന്നതിന് മുമ്പ് മോം എന്തായാലും ആ സ്മാർട്ട് വാച്ച് അഴിച്ച് ടീപ്പോയുടെ പുറത്ത് വയ്ക്കും. അത് പതുക്കെ നമുക്ക് ചെന്ന് എടുത്തോണ്ട് വരാം. ഒരു ബഗ് ഫിറ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ വെക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മഞ്ജരിയും അമ്മയും സംസാരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കേൾക്കാൻ പറ്റും. അതെ, അവരുടെ എല്ലാ പ്ലാനിങ്ങും നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഏട്ടത്തെ ഈ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനും കഴിയണം. ഹും. ഈ ഫിഗറിൽ എന്തോ പ്രശ്നമുണ്ട്. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കി. ഉം. ദേ ഇത്. തലവേദനയുണ്ടോ മിഥുനേട്ടന്? ഏയ് ഇല്ല മേഘനെ, വർക്കിന് സഹായിക്കാൻ നീ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും ഹാപ്പിയാ. ഇതെന്റെ കടമയല്ലേ മിഥുനേട്ടാ? ഏതായാലും ഈ കാപ്പിട്ടതിന് ശേഷമാ ഇത്രയും ക്ലോസ് ആയിട്ട് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് സത്യം മിഥുനേട്ടാ. എല്ലാം രാമന്റെയും സീതയുടെയും ദയ. പിന്നെ നമ്മുടെ കുട്ടികളുടെ നമുക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി അവര് മനഃപൂർവ്വം മോമിന്റെ അടുത്തേക്ക് പോയതാ. ഈശ്വര, ഒരിക്കലും എന്റെ കുട്ടികള് ഞങ്ങളിൽ നിന്നും അകലാൻ പാടില്ല. മിഥുനേട്ടന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കിടക്കാം. വർക്കൊക്കെ കഴിഞ്ഞല്ലേ? ഈ പേപ്പേഴ്സ് ഒക്കെ ഓർഡർ വൈസ് കറക്റ്റ് ചെയ്ത് വെക്കണമെന്നേ. അത് ഞാൻ ചെയ്തോളാം, മിഥുനേട്ടൻ കിടക്കാം. സാരമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. നമ്മളെ വീണ്ടും ഒന്നിപ്പിച്ചതാ ഈശ്വരൻ തന്നെ. ആരെക്കൊണ്ട് നമ്മളെ ഇനി ഒരിക്കലും അകറ്റാനാവില്ല. ഇത് എത്ര നേരമായേണ്ടി? സമയം പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് വേഗം ഇറങ്ങിക്കേ. ആന്റി, ഈ ഗെറ്റപ്പിൽ ആന്റിയെ കാണാൻ ഒരു കാറ കളഞ്ഞ കള്ളനെ പോലുണ്ട്. അല്ല, എനിക്ക് എന്തിനാ ഇങ്ങനത്തെ ഗെറ്റപ്പ് ഒക്കെ തന്നെ? അതിന് ഫയൽ എടുക്കാൻ പോകുന്നത് ആന്റിയല്ലേ? അപ്പോ നീ വരുന്നില്ലേ? ഒരു ഫയൽ എടുക്കാൻ 2 പേരെന്തിനാ ആന്റി? അവസാനം ഫയല് മോഷ്ടിച്ച കേസ് ചാരുന്റെ തലയിൽ എങ്ങനെ കൊണ്ടുവെക്കും? സിമ്പിൾ. ഇവിടെ ഫയല് കാണാതെയായ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരും സംശയിക്കുന്നത് എന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അത് മറ്റൊരാളെ തലയിൽ കൊണ്ട് കെട്ടിവെക്കണം. അതിനുവേണ്ടി വീട്ടിലൊരു കള്ളം കയറിയെന്ന് കാണിക്കണം. അത് CCTVയിൽ റെക്കോർഡ് ആവുകയും വേണം. അതിനുവേണ്ടിയാ ആന്റിയെ ഈ വേഷം കെട്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അതിന് ആന്റി ഈ വേഷത്തിൽ ആർക്ക് മനസ്സിലാവാനാ? ആന്റിയുടെ ഫേസ് ഒന്നും ഇവിടെ ആരും കാണാൻ പോകുന്നില്ലല്ലോ. ആന്റി ആ ഫയൽ എടുത്തിട്ട് വീട്ടിലെ പുറത്ത് കാണുന്ന ക്യാമറയിൽ പതിയുന്നത് പോലെ പുറത്തേക്ക് പോണം. എന്നിട്ട് ആ ഫയൽ പുറത്തെത്തിക്കണം. പിന്നെ CCTV ഓഫ് ചെയ്ത് തിരിച്ചു കയറി വരണം. അത്രയേ ഉള്ളൂ. രാവിലെ ആ ഫയൽ കാണാനില്ലെന്ന് മിഥുൻ മനസ്സിലാക്കിക്കോളൂ. അർദ്ധരാത്രിയിൽ നമ്മുടെ വീട്ടിൽ ഒരു കള്ളം കയറിയെന്നും രാത്രി തന്നെ അത് എടുത്തോണ്ട് പോയെന്നും ഇതെല്ലാം ചാരുവിന്റെ പ്ലാൻ ആണെന്നും നമുക്ക് പറഞ്ഞു പരത്താം. ഐഡിയ ഒക്കെ നല്ലതാ, പക്ഷേ
കേസ് ചാരുന്റെ തലയിൽ കെട്ടിവെച്ചാ മേഘനയുടെ തലയിൽ എന്ത് പ്രശ്നം വരും? സിമ്പിൾ. ഫയല് ലോക്കറിലൊന്നും അല്ല, മേഘനയുടെ പില്ലോട് അടിയിലാ വെച്ചിരിക്കുന്നത്. ആന്റി പെട്ടെന്ന് പോയി വേഗം തന്നെ അതെടുത്ത് തിരിച്ചു വരണം.